ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, രണ്ട് വെക്ടേഴ്സ് എയും ബിയും തീറ്റ ആംഗിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അല്ലെ എക്സ്പ്രഷനിലേക്ക് അറൈവ് ചെയ്യാനൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യണം. അത് കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാം. എങ്ങനെയാണ് പരീക്ഷ ചോദിക്കുക എന്നുള്ള കാര്യം കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരീക്ഷയിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണത്. 3 to 4 മാർക്സ് വരെ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും വൃത്തിക്ക് ചെയ്യാൻ പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഈ ഡെറിവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇനി പരീക്ഷയിൽ ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചില വർഷങ്ങളിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെക്കാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പരീക്ഷയിൽ ഒരു ഡെറിവേഷൻ ചോദിക്കും. അതായത് നമ്മൾ എന്താ ചെയ്ത് പാരലോഗ്രാം ലോയും ട്രയാങ്കിൾ ലോ വെച്ചിട്ട് രണ്ട് വെക്ടേഴ്സിന് ആഡ് ചെയ്തു. ഈ രണ്ട് വെക്ടേഴ്സിന് ആഡ് ചെയ്ത ശരിക്കും പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്. സാർ എന്താണ് ഫോർമുല? ഒന്നുമില്ല. R എന്ന് പറഞ്ഞ റിസൾട്ടന്റ് വെക്ടർ, ഓക്കെ, R എന്ന് പറഞ്ഞ റിസൾട്ടന്റ് വെക്ടർ വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് A എന്ന് പറഞ്ഞ വെക്ടറിനെയും B എന്ന് പറഞ്ഞ വെക്ടറിനെയും ആഡ് ചെയ്യുമ്പോഴാണ് ഈ സംഭവം നടക്കുക. അപ്പൊ അത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. A എന്ന് പറഞ്ഞ വെക്ടറിനെയും B എന്ന് പറഞ്ഞ വെക്ടേഴ്സിനെയും ആഡ് ചെയ്യുന്ന കിട്ടുന്ന സാധനമാണ് എന്ത്? R. ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണ് ഈ R എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഓർത്ത് വെക്കണം നിങ്ങൾ എന്തായാലും. ഓക്കെ, കാരണം ഈ ചാപ്റ്ററിൽ മാത്രമല്ല ഇനി വരുന്ന എല്ലാ ചാപ്റ്ററിലും ഈ സാധനം ഉപയോഗിക്കേണ്ടത്. എന്താണെന്നറിയോ? A എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ, കാരണം ഇവിടെ വെക്ടേഴ്സ് ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം സംസാരിക്കുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ, ബിന്റെ സ്ക്വയർ പ്ലസ് 2 × A × B × cos θ. സാർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? A ന്റെയും B ന്റെയും ഇടയിലുള്ള ആംഗിൾ. സാർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? A ന്റെയും B ന്റെയും ഇടയിലുള്ള ആംഗിൾ. ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ആയിട്ട് വെക്കുക. ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ആയിട്ട് വെക്കുക. കാരണം ഇത് നമുക്ക് ഓരോ സ്ഥലങ്ങളും എടുത്ത് ഉപയോഗിക്കാനുള്ള കേട്ടോ. ഓക്കെ, സോ R എന്ന് പറഞ്ഞ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതായിരിക്കും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നില്ല. ഇനി നിങ്ങളോട് പരീക്ഷ ചോദിക്കും ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? പാരലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറയും. പാരലോഗ്രാം ലോ പ്രൂവ് ചെയ്യാനല്ല, ഈ ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറയും. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാരലോഗ്രാം ലോ ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഇത് ഡിറൈവ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വായിക്കാം, ഇതിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്ത് എത്താം. ക്ലിയർ ആണല്ലോ? അപ്പൊ R എന്ന് പറഞ്ഞാൽ A + B ആണ്. പരീക്ഷ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലും കാണും, പക്ഷെ ഇപ്പോൾ നിങ്ങൾ കണ്ടുപോയിക്കോ. ഒബ്റ്റെയിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് യൂസിങ് പാരലോഗ്രാം ലോ. ഒബ്റ്റെയിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. അത് പാരലോഗ്രാം ലോ വെച്ചിട്ട് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? ഒന്നുമില്ല, നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ A എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തു. ഒന്നുമില്ല, വളരെ സിമ്പിൾ, ജോമെട്രി മാത്രമേ ഉള്ളൂ കേട്ടോ. A എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തു. ഇനി B എന്ന് പറഞ്ഞ വെക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുവരും അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വൃത്തിയുള്ള ഒരു B എന്ന് പറഞ്ഞ വെക്ടർ എടുത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇനി പാരലോഗ്രാം ലോ പ്രകാരം എന്തായിരിക്കും സംഭവം? നിങ്ങളൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം ആദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ബിനോട് പാരലായിട്ട് നിങ്ങൾ ലൈൻ എടുക്കുക. ഓക്കെ, അത്യാവശ്യം വൃത്തിയുള്ള ലൈനൊക്കെ വരയ്ക്കുക കേട്ടോ. പരീക്ഷയിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയേടായിട്ട് വരയ്ക്കുന്ന ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കില്ല. അത്യാവശ്യം വൃത്തിയുള്ള, ഇതിനോട് അത്യാവശ്യം പാരലായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ വരച്ചു വെക്കാം. അലക്സ് സാർ വരയ്ക്കാൻ പറ്റുന്ന പോലെ വരയ്ക്കാം. ഓക്കെ, അവനോട് പാരലായിട്ട്, മറ്റവനോട് പാരലായിട്ട്, എനോട് പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഒരു ലൈൻ വരയ്ക്കും. ഡോട്ടഡ് ലൈൻ ആയിരിക്കും നല്ലത്, കാരണം അത് ശരിക്കും ഇല്ലാത്ത ലൈനാണ്, ശരിക്കുള്ള ലൈനല്ല. ഓക്കെ, പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഇവരുടെ റിസൾട്ട് എന്തായിരിക്കും? പറഞ്ഞേ, റിസൾട്ട് എന്തായിരിക്കും? ഒരു സംശയമില്ല സാർ, A എന്നും B എന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഡയഗണൽ ഇതായിരിക്കും അവരുടെ റിസൾട്ടന്റ്. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് വൃത്തിയായിട്ടൊന്ന് ജോയിൻ ചെയ്യട്ടെ. ഇതായിരിക്കും അവരുടെ റിസൾട്ടന്റ്. അപ്പൊ ഈ വൈറ്റ് ലൈൻ കാണിച്ചിരിക്കുന്ന ഡയഗണൽ ആയിരിക്കും അവന്റെ റിസൾട്ടന്റ്. ദാറ്റ് ഇസ് R. R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R എന്ന് പറഞ്ഞാൽ സാർ, R എന്ന് പറഞ്ഞാൽ A + B, A വെക്ടർ B വെക്ടർ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് ചെയ്യോ സ്മോൾ ലെറ്റർ വെച്ച് ചെയ്യോ ഡസൻറ്റ് മാറ്റർ. അത് എയും ബിയും ആറൊക്കെ. ഓക്കെ, അത് വിടാം. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. കാരണം നമ്മൾ പൈത്തഗോറസ് തിയറമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അത് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുക. പോരാ, നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഇവനെ പിടിച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? അത്യാവശ്യം വൃത്തിയിലൊക്കെ വരയ്ക്കാട്ടോ. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരുത്തിച്ചേ. A എന്ന് പറഞ്ഞ വെക്ടറിനെ അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു പെർപെൻഡിക്കുലർ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡ്രോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇതുവരെ ക്ലിയർ ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പച്ച വെക്ടർ എന്തായിരിക്കും? ഈ പച്ച വെക്ടർ ഇത് B ആയിരിക്കും അല്ലെ? ഇത് B ആണെങ്കിൽ ഇതും B ആയിരിക്കും. ഇത് A ആണെങ്കിൽ അപ്പുറത്ത് A ഉണ്ടാവില്ല. എന്റെ കാര്യം വിടും. ഓക്കെ, ഇത് B ആണെങ്കിൽ ഇത് B ആയിരിക്കും. ഇതുവരെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ഈ വലിയ ആംഗിൾ എന്തായിരിക്കും?
എയും ബിന്റെ ഇടയിലുള്ള ആംഗിൾ ഞാൻ എപ്പോഴും എന്താ എടുത്തത്? തീറ്റ 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 അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്റെയും ബിന്റെ ഇടയിലുള്ള വലിയ ആംഗിളാണ് നമ്മുടെ തീറ്റ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എന്റെയും ബിന്റെ ആംഗിൾ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കില്ലേ? ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കില്ല? തീർച്ചയായിട്ടും അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെ? രണ്ട് പാരലൽ സൈൻസിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് തീറ്റ തീറ്റ. ഓക്കെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ബി ആണ്. ഈ ബിന്റെ തീറ്റയുടെ ഡയറക്ഷനുള്ള കമ്പോണന്റ് അല്ലേ ഈ സാധനം? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇത് ബി ആണ്. ബി എന്ന് പറഞ്ഞ വെക്ടറാണ്. ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ തീറ്റയുടെ ഡയറക്ഷനുള്ള സാധനമല്ലേ ഇത്? തീറ്റയുടെ ഡയറക്ഷനുള്ള ഉണ്ടാക്കുന്ന കമ്പോണന്റ് നമ്മൾ എന്താ വിളിച്ചത്? കോസ് തീറ്റ കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും പറഞ്ഞേ? ഈ ഡോട്ടഡ് ലൈൻ എന്തായിരിക്കും? ഈ ലൈൻ എന്തായിരിക്കും പറഞ്ഞേ? ബി കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഡോട്ടഡ് ലൈൻ അല്ലേ? ഇവിടെ മുതൽ ഇവിടെ വരെ ബി കോസ് തീറ്റ. ഇത് ബി കോസ് തീറ്റ ആണ്. മറ്റേ കമ്പോണന്റ് എന്താണ്? ഇവിടെ ഉണ്ടാവും അല്ലെ? ഇത് ബി കോസ് തീറ്റ ആണ്, ഇത് ഉണ്ടാവും അല്ലെ? ഇങ്ങനെ ഒരു കമ്പോണന്റ് ഇത് ബി കോസ് തീറ്റ. ഇതെന്തായിരിക്കും? ബി സൈൻ തീറ്റ. ഈ കമ്പോണന്റ് ഞാൻ അപ്പുറത്തേക്ക് വരച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇത് ഈ സാധനം തന്നെയല്ലേ ഇവിടെ ഈ വൈറ്റ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഡയറക്റ്റ് എന്ത് വിളിക്കാം? ആ വൈറ്റ് ലൈനെ നമുക്ക് എന്ത് വിളിക്കാം? ബി സൈൻ തീറ്റ എന്ന് വിളിക്കും. ഓക്കെ, മറ്റേ സാധനം എടുത്ത് കളഞ്ഞോട്ടെ, ഇത് വേണ്ട, ഇത് അവിടെ ഉണ്ട്, ഇമാജിനറി ആണ്. അതിന് ഞാൻ ഇത് കാണിച്ചു, ബി സൈൻ തീറ്റ. കാരണം ബേസിക്കലി ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്താലും ഇതും എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ബി സൈൻ തീറ്റ ആണെങ്കിൽ ഇത് ബി സൈൻ, ഇത് ബി സൈൻ തീറ്റ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. കാരണം ഇത് ബി ആണ്, ഇത് ബി കോസ് തീറ്റ ആണ്, അവനോട് പെർപെൻഡിക്കുലർ ആയ സാധനമാണ് ബി സൈൻ തീറ്റ. പക്ഷേ ഈ ബി സൈൻ തീറ്റ ഞാൻ ഇവിടെ കാണിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബി സൈൻ തീറ്റ ബി സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ ആണ്? ശരി. അപ്പൊ ബി കോസ് തീറ്റയും ബി സൈൻ തീറ്റയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി അതല്ലാണ്ട് ചെയ്യാട്ടോ, നിങ്ങൾ കോസ് തീറ്റ ഇടുക, അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. അങ്ങനെയും ചെയ്യാം, അതിന്റെ ആവശ്യമൊന്നുമില്ല. കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്ത് ബി കോസ് തീറ്റ ബി സൈൻ തീറ്റ. മനസ്സിലായല്ലോ? ശരി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഈ കുഞ്ഞു ട്രയാങ്കിളിലല്ല നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വലിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ, പക്ഷേ ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാൻ പോകണം. അതായത് അവന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ല ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അവന്റെ ബേസ് സ്ക്വയർ പ്ലസ് അവന്റെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അവന്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും പറഞ്ഞേ? അവന്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 6 ആയിരിക്കും. റിസൾട്ടന്റ് വെക്ടർ ആയ 6 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി നമുക്കിപ്പം, ഡയറക്ഷൻ വേണ്ട. ഓക്കെ, കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമേ പൈത്തഗോറസ് തിയറത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുക, ഈ ഹൈപ്പോട്ടന്യൂസ് വിൽ ബി ഈസ് ഈക്വൽ ടു അവന്റെ ബേസ്, അതായത് മൊത്തം എയും ഈ ബി കോസിനും ചേർന്ന ബേസിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ പ്ലസ് അവന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, ബി സൈൻ തീറ്റന്റെ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഉപയോഗിച്ചാലോ? ഇനി ഉപയോഗിച്ചാലോ? ശരി. അപ്പം ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതായത് ഇത്ര എ പ്ലസ് ഒരു ബി കോസ് തീറ്റ, അതായത് എ പ്ലസ് ബി കോസ് തീറ്റ ആണ് അവന്റെ ബേസ്. ശരിയല്ലേ? എ മാത്രമല്ല, എ പ്ലസ് ബി കോസ് തീറ്റ ആണ് അവന്റെ ബേസ്. അതിന്റെ സ്ക്വയർ പ്ലസ് റൂട്ടിന്റെ ഉള്ളിൽ തന്നെ അവന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? ഇതായിരിക്കും ഹൈറ്റ്. ഹൈറ്റ് ഹൈറ്റ് ഹൈ സ്ക്വയർ. ഹൈറ്റ് എന്തായിരിക്കും? ബി സൈൻ തീറ്റ ആയിരിക്കും. ബി സൈൻ തീറ്റന്റെ സ്ക്വയർ, ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അഥവാ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിയാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ക്വയറിനെ ഞാൻ ഹോൾ സ്ക്വയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തേ പറ്റുള്ളൂ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എന്തായിരിക്കും കിട്ടുക? ആ രീതിയിൽ എന്താണ് ഇതങ്ങോട്ട് എക്സ്പാൻഡ് റൂട്ട് ഓഫ്. ഓക്കെ, ഇപ്പൊ തീരും. 2 സ്റ്റെപ്പ് സാധനം തീരും. നോക്കിയോ, റൂട്ട് ഓഫ്. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഒന്നുമില്ല, ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എ സ്ക്വയർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ എടുത്തോ അല്ലെ? എ സ്ക്വയർ പ്ലസ് 2ab വരെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2b എന്ന് എടുക്കും കേട്ടോ. അത് എ സ്ക്വയർ പ്ലസ് ഇതെന്താണ്? ഇതിന്റെ സ്ക്വയർ എടുക്കുക, ബി സ്ക്വയർ എ ഇൻറ്റു ബി കോസ് തീറ്റ. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ കഴിഞ്ഞു. പിന്നെ അപ്പുറത്ത് എന്തുണ്ട്? ഒരു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഒരു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. കാണുമ്പോൾ പേടിയാവുന്നുള്ളൂ, സംഭവം വളരെ സിമ്പിൾ ആണ്. നോക്ക്, ഇനി നിങ്ങൾ ആലോചിക്കുക, ആർ ഇസ് ഈക്വൽ ടു ബേസിക്കലി നിങ്ങൾക്ക് എന്തുണ്ട്? റൂട്ട് ഓഫ് ഒരു എ സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു ബി സ്ക്വയർ ഉണ്ട്. ബി സ്ക്വയർ 2 ഉണ്ട് അല്ലേ? 2 ബി സ്ക്വയർ ഉണ്ട്. അപ്പൊ ആ ബി സ്ക്വയർ എനിക്ക് കോമൺ എടുക്കാം. സോ ബേസിക്കലി എനിക്ക് എഴുതാം എ സ്ക്വയർ പ്ലസ് ഈ ബി സ്ക്വയറിന്, ആ ബി സ്ക്വയറിന് ഞാൻ കോമൺ എടുത്താൽ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവാം? ഈ ബി സ്ക്വയറിനുള്ളിൽ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, മറ്റേ ബി സ്ക്വയറിനുള്ളിൽ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. രണ്ടും ഞാൻ എഴുതി വെച്ചു. പിന്നെ പുറത്തുള്ള, അപ്പൊ ഇത് രണ്ടും തീർന്നു, ഇതും തീർന്നു. ഇനി 2ab കോസ് തീറ്റയും കൂടി ബാക്കിയുള്ളൂ. 2ab കോസ് തീറ്റ, 2 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ. ഇത്ര എഴുതി വെച്ചു. ഇനി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചോ, അത് 1 ആയിരിക്കും. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ? ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ സാധനവും കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്ത് എപ്പോഴും നിങ്ങൾക്ക് കിട്ടും 1 കിട്ടും. അത്രേ ഉള്ളൂ.
അപ്പോൾ ഈ സാധനം 1 ആയിപ്പോയി. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക്കലി a square plus b square plus 2ab cos theta കിട്ടും. So that means r is equal to root of a square plus b square plus 2ab cos theta. ഇതായിരിക്കും നമുക്ക് അവസാനം കിട്ടാൻ പോകുന്ന ഫോർമുല. ഈ സാധനം ഞാൻ ആദ്യം എഴുതി തന്നല്ലേ, ആദ്യം ഞാൻ ഒരു പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നില്ല, അത് ഈ സെയിം സാധനമാണ്. നിങ്ങൾ ബാക്ക് അടിച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല എന്താണ്? ഇത് ബൈഹാർട്ട് ആക്കി വെക്കണം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. എല്ലാം റൂട്ടിന്റെ ഉള്ളിലാണ് വരുന്നത്. റൂട്ട് ഓഫ്, ഒന്ന് എഴുതി പഠിച്ചോ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി, ഈ ഫോർമുല പഠിക്കും. അപ്പൊ ഈ ഡെറിവേഷന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ചെറിയൊരു കാരണം കൂടി ക്ലിയർ ഉണ്ട് നമുക്ക്. ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എന്നുള്ളൂ, റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ റിസൾട്ടിന് എങ്ങോട്ടാണ് സാർ പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഡയറക്ഷൻ പറയുന്നില്ല. കാരണം ഇത് മാത്രം നോക്കി നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയിരിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് കിട്ടും, അല്ല 3 ന്യൂട്ടനോ 5 ന്യൂട്ടനോ 10 ന്യൂട്ടനോ ആയിരിക്കും. പക്ഷെ ഡയറക്ഷൻ കൊണ്ടാണ്. ഡയറക്ഷൻ സാർ ഇങ്ങോട്ടേക്കാണ്. അതെങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? അത് കുറേ രീതിയിൽ പറയാം. ഏറ്റവും സിമ്പിൾ രീതി എന്താ പറയുക? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആവശ്യമുള്ള രീതി എന്താ പറയുക? നിങ്ങൾ എ എന്ന് പറഞ്ഞ വെക്ടർ, എയും ബിയും ആഡ് ചെയ്യല്ലേ. അപ്പൊ എന്റെ ഡയറക്ഷൻ ഓൾറെഡി അറിയാം, ഇങ്ങോട്ടാണ്. അപ്പൊ എയുമായിട്ട് ഈ റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് റിസൾട്ടന്റ് വൈറ്റ് ലൈൻ റിസൾട്ടന്റ്, എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അല്ല, അതിനെ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബീറ്റ, ആൽഫ എന്ന് വിളിക്കാം, ബീറ്റ നമുക്ക് ആൽഫ എന്ന് വിളിക്കണം. ഓരോ ബുക്കിലും ഓരോ ബുക്കിൽ ആൽഫ എന്ന് വിളിക്കാം. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ റിസൾട്ടന്റ് എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. തീറ്റ എന്ന് പറഞ്ഞതല്ല, തീറ്റ എന്ന് പറഞ്ഞാൽ എയും ബിന്റെ ഇടയിലുള്ള വലിയ ആംഗിളാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് വേവുമായിട്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ആൽഫ എന്ന് വിളിച്ചു. അങ്ങനെയാണ് നിങ്ങൾ പറയാം. ആ വലിയ ട്രയാങ്കിൾ തന്നെ നിങ്ങൾ നോക്കിക്കേ. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത വലിയ ട്രയാങ്കിൾ നോക്കിയാൽ ടാൻ ആൽഫ എന്തായിരിക്കും? ടാൻ ഓഫ് ആൽഫ ഇസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് ബി സൈൻ തീറ്റ, അഡ്ജസെന്റ് എന്നായിരിക്കും എ പ്ലസ് ബി കോസ് തീറ്റ. ശരിയല്ല? അത്രേ ഉള്ളൂ, കഴിഞ്ഞു. നോക്കിക്കേ. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം. ആ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ടാൻ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് എന്താണ്? ഈ വലിയ ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് എന്താണ്? ബി സൈൻ തീറ്റ. ബി സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ അഡ്ജസെന്റ് എന്താണ്? അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ എ അല്ല, ഈ മൊത്തമാണ് അല്ലേ? വലിയ ട്രയാങ്കിൾ ആണ്, ഈ ട്രയാങ്കിൾ എടുക്കണം. അപ്പൊ അതിൽ അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉണ്ട്. അതായത് എ പ്ലസ് ബി കോസ് തീറ്റ, എ പ്ലസ് ബി കോസ് തീറ്റ. എയും ബി കോസ് തീറ്റയും കൂടെ ചേർന്നാലാണ് അഡ്ജസെന്റ് കിട്ടുക. സോ ദാറ്റ് മീൻസ് എ പ്ലസ് ബി കോസ് തീറ്റ. ഇതായിരിക്കും ടാൻ ആൽഫന്റെ ഫോർമുല. ഇനി ആൽഫേന്റെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ എഴുതാം? ആൽഫ ഇസ് ഈക്വൽ ടു ടാനിന് എടുത്ത് കളഞ്ഞാൽ അപ്പത്തെ ടാൻ അവിടെ പോയി നിൽക്കും. പക്ഷെ അവിടെ പോയി ടാൻ നിൽക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എന്നല്ല. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇത്രയും നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. ഇത്രയും നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. ഈ ആൽഫയും കൂടെ നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ എന്താണ്? ആൽഫയാണ് സാർ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടന്റ്, ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ആൻഡ് ഫസ്റ്റ് വെക്ടർ എ എന്ന് പറഞ്ഞ വെക്ടർ. ഓക്കെ, ശരി. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ പരീക്ഷ ചോദിച്ചാൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പരിപാടി തീർക്കാം. ഇനി ഇത് ട്രയാങ്കിൾ ലോ വെച്ച് ചോദിക്കാണല്ലോ, നിങ്ങളോട് ചോദിക്കുകയാണ് യൂസിങ് പാരലോഗ്രാം ലോ ആണ് 90% ചോദിക്കാം. നാളെ ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചിട്ട് ഈ സാധനം ഒബ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ട്രയാങ്കിൾ ലോ അത് സെയിം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ട്രയാങ്കിൾ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നിങ്ങൾ ഈ ബി എന്ന് പറഞ്ഞ വെക്ടറിനെ നിങ്ങൾ ഇവിടെ വെച്ച് തുടങ്ങുന്നു. ഇത് വരയ്ക്കുന്നേ ഇല്ല, ശരിയല്ലേ? എ ഇങ്ങനെ വരയ്ക്കുന്നു, ബി ഇങ്ങനെ വരയ്ക്കുന്നു, റിസൾട്ട് എടുക്കുന്നു. ബാക്കിയൊക്കെ സെയിം അല്ല ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം അല്ലേ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞുതരാം. ട്രയാങ്കിൾ ലോ വെച്ച് ലെറ്റ്സ് സേ യൂസിങ് ട്രയാങ്കിൾ ലോ ചെയ്താൽ, ഞാൻ ഫുൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും സെയിം ആവാൻ പോകുന്നത് എങ്ങനെയാണ്. യൂസിങ് ട്രയാങ്കിൾ ലോ ചോദിച്ചു എന്ന് വിചാരിക്കാം. ചോദിക്കാൻ ചാൻസ് ഇല്ല, ചോദിച്ചു വിചാരിക്കും. നിങ്ങൾ സെയിം പരിപാടിയിലെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ എടുത്തു, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ നിങ്ങൾ എടുക്കാണ്ട് നേരെ ഇങ്ങനെ തന്നെ എടുത്തു, ബി ഇങ്ങനെ എടുത്തു. അപ്പോൾ റിസൾട്ടന്റ് എന്തായിരിക്കും? തേർഡ് സൈഡ് റിസൾട്ടന്റ്. ഓക്കെ, ഇതായിരിക്കും ആർ എന്ന് പറഞ്ഞ വെക്ടർ. ഇനി നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകുന്നു? ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ എനെ നിങ്ങൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇവിടെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എന്താണ്? ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ ആയിട്ട് കിട്ടും, ഇത് തീറ്റയാണെങ്കിൽ ഇത് ബി കോസ് തീറ്റ ആയിട്ട് കിട്ടും, ഇത് ബി സൈൻ തീറ്റ ആയിട്ട് കിട്ടും. സെയിം പരിപാടി ചെയ്യുന്നു. ഈ വലിയ ഒറ്റ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ അല്ലേ? എ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുക. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. നേരെ സെയിം സാധനം വരാൻ. ബേസിക്കലി നിങ്ങൾ ഈ സാധനം ഇല്ലാന്ന് വിചാരിച്ചാൽ മതി, മനസ്സിലായില്ലേ? ഇതില്ലാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ബേസിക്കൽ ട്രയാങ്കിൾ വെച്ച് ചെയ്യാൻ പറ്റും. സെയിം സാധനം ചെയ്യാം. ആകെ ഡയഗ്രാം മാത്രം ചെറിയൊരു ഡിഫറൻസ് വരും, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലാക്കാം. ക്ലിയർ ആണ്? ഓക്കെ, ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതല്ല തീറ്റ. ഓക്കെ, ഇതല്ല തീറ്റ,
ഇതായിരിക്കും തീറ്റ. അതായത് എൻ്റെയും ബിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ, എന്റെയും ആറിന്റെ ഇടയിലുള്ള ആൽഫ. അപ്പൊ ആ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇവിടെയാണ് ശരിക്കും ബി ഉണ്ടാവും, അതിന്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് തീറ്റയിൽ എടുക്കരുത്. ഞാൻ അറിയാണ്ട് വരച്ചു പോയതാണ്. എന്റെയും ബിന്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പൊ ബാക്കി സെയിം ആയിട്ട് കേട്ടോ. ഓക്കെ, വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല ഈ സംഭവത്തിൽ. ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ട്രയാങ്കിൾ ലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയാണ്, നിങ്ങൾ ചെയ്യണം. ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പരീക്ഷ എഴുതി വെക്കാൻ പറ്റും കേട്ടോ.